കണ്ണൂർ വിസിയുടെ പുനർനിയമനത്തിൽ വിമർശനം ആവർത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗോപിനാഥ് രവീന്ദ്രന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുവെന്ന് ഗവർണർ ആവർത്തിച്ചു. നിയമനത്തിനായി 9 തവണയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രതിനിധിയെ എത്തിയതെന്നും ഗവർണർ ആവർത്തിച്ചു വ്യക്തമാക്കി. The highest legal officer is sending his opinion, and I tell them that because of the AG's opinion, I said I will be appointed. But what even AG has said is illegal, and I wrote it on the file. താൻ തീരുമാനമെടുത്തത് എജിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എജിയുടെ ഉപദേശം ചട്ടവിരുദ്ധമാണ്. ഇപ്പോൾ നടക്കുന്നതെല്ലാം ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണെന്നും ഗവർണർ പ്രതികരിച്ചു. കണ്ണൂർ വിസിയുടെ പുനർനിയമനത്തിൽ വിമർശനം ആവർത്തിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗോപിനാഥ് രവീന്ദ്രന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുവെന്ന് ഗവർണർ ആവർത്തിച്ചു. Including dates, I have got all the record. 9 times the OSD and legal consultant of the Chief Minister have visited Raj Bhavan, and earlier first I totally rejected it. Then they brought the opinion of the Advocate General, and I have admitted it so many times before you that I succumbed to the pressure because of the opinion of the Advocate General. സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ സ്ഥിരം വിസിമാരെ നിയമിക്കാൻ നടപടികൾ ആരംഭിച്ചു. സർക്കാരിൽ നിന്ന് ഉപദേശം തേടുന്നതിൽ തനിക്ക് എതിർപ്പില്ല, പക്ഷേ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല. ഓർഡിനൻസ് ഒപ്പിടുന്നില്ലെന്ന ആരോപണത്തിലും ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള ഓർഡിനൻസ് ആണെങ്കിൽ മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി വിശദീകരിക്കട്ടെ. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി രാജ്ഭവനിൽ വന്ന് വിശദീകരിക്കുകയാണ് വേണ്ടത്. അതിനായി മുഖ്യമന്ത്രിയെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കുകയാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.